അപ്പൊ സാറിന്റെ പാപം എന്തെടുത്തു? പുത്രന്റെ മേൽ ചുമത്തി. അതിന്റെ ശിക്ഷയും കൊടുക്കണമല്ലോ. അപ്പൊ എന്നിട്ട് സാറിന് തരാതിരിക്കുന്ന ശിക്ഷ അവന് കൊടുത്തു. അപ്പൊ ഇനി എന്താ സാർ ചെയ്യേണ്ടത്? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, എനിക്ക് പകരക്കാനായിട്ടാണ് മരിച്ചതെന്ന് വിശ്വസിക്കണം. അപ്പൊ ഈ വിശ്വാസം ഇവരിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മൾ പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. അപ്പൊ അത് പറഞ്ഞെങ്കിൽ ആ ക്രൂശീകരണം പ്രസംഗിക്കണ്ടേ? എങ്ങനെയാണ് ദൈവം എന്നെ സ്നേഹിച്ചത്? അപ്പോൾ അത് വിശ്വസിച്ചിട്ട്, മുമ്പ് ഞാൻ പറഞ്ഞു, പുരുഷനും സ്ത്രീയും രണ്ടാണ്, എതിർലിംഗമാണ്. പക്ഷെ ഇവർ ഒന്നാകുന്നു. എങ്ങനെ? വിവാഹ നിമിത്തം. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമുക്കിനി ആ യേശുക്രിസ്തുമായിട്ടുള്ള ഒരു വിവാഹത്തിൽ കൂടെ നമുക്ക് ദൈവമായിട്ട് ചേർന്നിരിക്കാൻ കഴിയും. അപ്പോൾ ശത്രുവായിരിക്കും നമ്മളെ പുത്രനോട് കൂടെ വസിപ്പാൻ യോഗ്യനാക്കി തീർക്കുന്നത് ഈ ക്രൂശീകരണം. ആ രക്തം നമ്മളെ കഴുകി ശുദ്ധീകരിച്ച്, അല്ലെങ്കിൽ മണവാട്ടിയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ച്, അല്ലെ, സ്നാനത്താൽ നമ്മുടെ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വചനം ഗലാത്യ ലേഖനം. അപ്പൊ നോക്കിയ, യേശുക്രിസ്തു മരിച്ചപ്പോൾ അവനോട് കൂടെ നമ്മളും മരിച്ചാൽ എങ്ങനെയാ മരിക്കുന്നത്? സ്നാനത്താൽ. ആ നീതിവസ്ത്രം നമുക്ക്, മണവാട്ടിയുടെ വസ്ത്രമില്ലാതെ നമുക്കിവിടെ കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതാണ്. അപ്പൊ അങ്ങനെ നീതിവസ്ത്രം ധരിക്കുന്ന ഏവർക്കും ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് തടസ്സമായി നിന്ന പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുക്കുകയും അവനിൽ വിശ്വസിക്കുന്നവർക്ക് നീതിവസ്ത്രം ദൈവം, വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് നീതിവസ്ത്രം ദൈവം കൊടുക്കുകയും ചെയ്തു.